ഹലോ, എന്താ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? എവിടെ നോക്കിയാലും രേണു സുധി അത് ചെയ്തു ഇത് ചെയ്തു. രേണു സുധിയുടെ പുറകെ ക്യാമറയും തൊക്കിക്കൊണ്ട് നടക്കാതെ അവർക്ക് ഇഷ്ടമുള്ള ജീവിതം ജീവിച്ച് തീർത്തോട്ടെ. നമ്മളൊക്കെ മരിച്ചു പോകുന്ന മനുഷ്യന്മാരല്ലേ. കാരണം അവർക്ക് അവരുടെ അഭിനയിക്കാനാണ് അവർക്ക് കഴിവെങ്കിൽ അവർ അഭിനയിച്ചോട്ടെ. ഇങ്ങനെയൊക്കെയല്ലേ അഭിനയം പഠിച്ചു വരുന്നത്. ഒരു കൂട്ടം ജനങ്ങൾ ചേർന്ന് അവരെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മാനസികമായിട്ട് അവർക്ക് ഡിപ്രഷൻ ഇല്ലെങ്കിൽ ശരിക്കും അവർ ഡിപ്രഷനിലായി പോകും. കാരണം അതുമാതിരിയുള്ള കമൻറ്റുകളാണ് അവർക്ക് ഡെയിലി അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാരണം അവർ ചിലപ്പോൾ ശരിക്കും ഡിപ്രഷൻ അടിച്ച് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് സഹതപിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം ഇന്ന് ഈ വെറുക്കുന്ന ആൾക്കാർ ചിലപ്പോൾ അന്ന് പറയോ പാവമായിരുന്നു അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കും. പക്ഷേ എന്തിനാണ് അവരുടെ സന്തോഷം കണ്ടെത്തിക്കോട്ടെ. കാരണം ഭർത്താവ് മരിച്ചു എന്നും പറഞ്ഞിട്ട് വിധവാ പട്ടം തലയിൽ വെച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ മൂവ് ഓൺ ചെയ്തു. അവർ ഇപ്പം കഞ്ചാവ് വിൽപ്പനയ്ക്കോ MDMA വിറ്റോ വേറെ പണിക്കൊന്നും പോയിട്ടൊന്നും അല്ലല്ലോ. അവർ മാന്യമായിട്ട് അവർ അഭിനയിക്കുന്നു. ഇപ്പം ഇതിൽ എത്രയോ സിനിമാ നടികളൊക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അവരെ ആരെയും നിങ്ങളാരും ഇതുപോലെ പറയുന്നില്ലല്ലോ. അപ്പം ഇതുപോലെ പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ വിവരം അറിയും. അതുകൊണ്ട് നമ്മൾ ഈ മലയാളികളെ പോലെ മറ്റ് അന്യൻ്റെ കുടുംബത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വരയുണ്ടല്ലോ, അത് ഈ മലയാളികളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അന്യൻ്റെ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്നുള്ളത്. സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കാത്തവരാണ് നാട്ടിലുള്ള പെണ്ണുങ്ങളെ ആണുങ്ങളെ നന്നാക്കാൻ നടക്കുന്നത്. വെറുതെ എന്തിനാണ് അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോട്ടെ. നിങ്ങൾക്ക് ഈ കേരളത്തിൽ ചർച്ച ചെയ്യാൻ വേറെ ഒരു കാര്യമില്ല എന്നിട്ട് പറയുന്നത് പോലെയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ചർച്ച ചെയ്ത് നമ്മുടെ വയനാട്ടിൽ കുറേ ആൾക്കാർക്ക് ഇപ്പോഴും വീടും ഭക്ഷണവും മര്യാദയ്ക്ക് അവരുടെ ജീവിതം പോലും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ കുറേ ആൾക്കാർ അവിടെ ജീവിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ ചെയ്ത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഇതൊന്നും നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഇപ്പം അറിഞ്ഞിട്ട് വലിയ അത്യാവശ്യമുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ കുറേ അവരെ കളിയാക്കിക്കൊണ്ട് ബോഡി ഷെയ്മിങ്ങും എന്തിനാണ് വെറുതെ പാവം. എനിക്ക് ശരിക്കും അവരെ പാവം തോന്നുന്നു. കാരണം എനിക്ക് അവരെ പേഴ്സണലി അറിയത്തൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒരു പെണ്ണെന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ച് എനിക്കൊന്നും ഇതുപോലെ ഒരു ചെറിയ കമൻറ്റ് തന്നെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ഫീൽ ആവുന്ന ഒരാളാണ്. എനിക്കൊന്നും ഇത്രയും രേണു സുധീനെയൊക്കെ ഞാൻ നമിച്ചിരിക്കുന്നു. കാരണം പോലീസ് സ്റ്റേഷനിൽ മറ്റേ അതുൽ വ്ളോഗ്സിനകത്ത് അയാൾക്ക് അറിയണം അവരുടെ ഫസ്റ്റ് മാരേജ് ആണോ, അവർ ഇതിനു മുന്നേ കെട്ടിയിട്ടുണ്ടോ, ഒരാളുടെ പേഴ്സണൽ ലൈഫാണ്. അവർക്ക് ചിലപ്പോൾ അത് റിവീൽ ചെയ്യാൻ താല്പര്യം കാണത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് മാരേജ് എന്ന് പറയുന്നത് ഒരു നല്ല അനുഭവമൊന്നും ആയിരിക്കത്തില്ലല്ലോ. അത് ഡ്രോമയിലൂടെയൊക്കെ പോകുന്നവരൊരിക്കലും അതിന് ചിലപ്പം അവരെ ഓർക്കാൻ കൂടി ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കും. അപ്പം അവർ ആ ഒരു കാര്യം അവർക്കത് പബ്ലിക്കിൽ പറയണമെന്ന് താല്പര്യം ഉണ്ടാവത്തില്ല. അവർ ചിലപ്പോൾ അവരുടെ മനസ്സിൽ ഫസ്റ്റ് മാരേജ് എന്നുള്ളത് സുധിച്ചേട്ടനായിരിക്കും. അപ്പം അതിനും ആൾക്കാർക്ക് അങ്ങ് അറിയണം. എന്തിനാണ് വല്ലവൻ്റെയും കാര്യമൊക്കെ അറിഞ്ഞിട്ട് എന്ത് നേട്ടമാണ് നമുക്ക്? നമ്മൾ നമ്മുടെ കാര്യം നോക്കി നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീട്ടിൽ പിന്നെ നമ്മുടെ കേരളത്തിൽ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കി നമ്മൾ മുന്നോട്ട് പോവുക. എന്തിനാണ് വെറുതെ ഒരു മനുഷ്യനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത്? ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ, ബൈ.